പഠിച്ചു വെച്ചൊരു പ്രാർത്ഥനയല്ല, ശരിയായിട്ട് നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ യേശു കർത്താവ് വന്ന് നിന്നാൽ ആദ്യം സംഭവിക്കാൻ പോകുന്ന എന്താണ്? ആദ്യം സംഭവിക്കാൻ പോകുന്ന കർത്താവ് നമ്മുടെ തെറ്റുകളെ കുറിച്ച് ബോധ്യം തരും. കർത്താവിന് ആ ഏങ്ങലിനെ, ആ കണ്ണുനീരിനെ പാരഗ്രാഫും സെന്റൻസുകളുമായിട്ട് റീഡ് ചെയ്യാൻ പറ്റും. അതിൽ 2 വാക്കാണ്. ഒന്ന് കൊയറ്റായിരിക്കണം, 2 ഇന്റൻഷണൽ ടൈമാണ്. ശരിക്കുമുള്ള ഡിവോഷൻ നടക്കുന്നത് ഈ ദാഹം വരുമ്പോഴാണ്. ദൈവത്തിൻ്റെ ഒരു വാക്ക് എനിക്ക് കിട്ടിയിട്ടല്ലാതെ എനിക്ക് ഒരു ഇഞ്ചിഞ്ഞ് പറ്റില്ല. അതൊരു ദാഹമാണ്. വെള്ള സ്പോഞ്ചിൻ്റെ അകത്തോട്ട് കയറുന്ന പോലെ വചനം എന്നെ സോക്ക് ചെയ്യാൻ ഞാൻ അനുവദിക്കും. നമ്മളിപ്പോൾ ഈ ഒരു ജനറേഷനിൽ കണ്ടുവരുന്നൊരു കാര്യമാണ്, നമ്മുടെ ഈ കുട്ടികളുടെയൊക്കെ ഒപ്പീനിയൻസും അവരുടേതായിട്ടുള്ള വോയിസും അവരുടെ ആ ഒരു ഏജ് കാരണം സൈഡ് ലൈൻഡായി പോവുക, പ്രാധാന്യം നൽകാതിരിക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കുട്ടികളുടെ സൈഡിൽ നിന്ന് കേൾക്കാം. അല്ല, ഞാനൊരു കുട്ടി ആയതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലതും കണ്ടിട്ടുണ്ട്. അങ്ങനെ വരുന്നെങ്കിൽ അതിപ്പോൾ അവരുടെ കുടുംബമാവാം, അവരുൾപ്പെട്ട ചർച്ച ആവാം, ചിലപ്പോൾ ഉൾപ്പെട്ട ഒരു ഗ്യാങ് ഓഫ് പീപ്പിൾ ആവാം. സോ അതിൻ്റെ ഇടയിൽ ഒരു കുട്ടി എന്ന നില, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ ഏതൊരു ആ പ്രായത്തിൽ പെട്ട ഒരാൾക്കായാലും എങ്ങനെ അവരുടെ ലൈഫിന് അല്ലെങ്കിൽ അവർക്കെടുക്കാൻ പറ്റുന്ന സ്റ്റെപ്സ് എന്താണ് കുറച്ചും കൂടെ ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആവാൻ എന്തൊക്കെയായിരിക്കാം ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ആ കുട്ടികളുടെ ഭാഗത്തുനിന്ന് പറയാം. അതിനു മുമ്പേ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നൊരു കാര്യം പറഞ്ഞേച്ച് തുടങ്ങാം. കാരണം കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, ഈ ചെറിയവൽ ഒരുവന് ഇടർച്ച വരുത്തുന്നതിന് അവനെ ചുമ്മാ വെള്ളത്തിൽ ഇട്ടാൽ പോരാ, കഴുത്തിലൊരു ഭയങ്കര തിരികല്ലെന്ന് പറയുന്നത് ഈ വലിയ ഇത് ചക്കിലാട്ടുന്ന കല്ലാണ്. അതെന്ന് പറഞ്ഞാൽ 50 കിലോയൊക്കെ കാണും. അത് അവൻ്റെ കഴുത്തിൽ കെട്ടിച്ച് അവനെ വെള്ളത്തിലേക്ക് എറിയണം, ഒരിക്കലും പൊങ്ങരുത്. കർത്താവ് കുട്ടികളെ ഭയങ്കരമായിട്ട് കേൾക്കുമായിരുന്നു. അതുകൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഫ്രീഡം തോന്നുമായിരുന്നു. കർത്താവിൻ്റെ അടുക്ക ചെന്ന് തള്ളലുണ്ടാക്കി ആൾക്കാർ ഈ പിള്ളേരെ ഒന്ന് പറഞ്ഞു വിടുന്ന ശല്യമായിട്ട് തോന്നുന്ന ലെവല് വരെയുള്ള ഫ്രീഡം പിള്ളേർക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറയും, ചെറിയവർ എന്ന് വെച്ചാൽ കുട്ടികൾ, അവർ പറയുന്നതിനെ കേൾക്കാത്ത സഭയല്ല. അവർ പറയുന്നതിനെ അതിൻ്റെ ആശയത്തിൽ കേൾക്കാൻ ചെവി ചായ്ച്ച് വരാത്ത പാസ്റ്റർ മിനിസ്റ്റർ അറിയില്ല. കൊച്ചു പറയുന്ന അഭിപ്രായത്തെ വിലയോടെ ഉൾക്കൊള്ളാൻ കഴിയാത്ത അപ്പനും അമ്മയും പാരൻറ്റിങ്ങിനെ കുറിച്ച് ഒരു ധാരണയില്ലാത്തവരാണ്. അവർ രൂപപ്പെടുത്തുന്ന മക്കളെന്ന് പറയുന്നത് ആ കൊച്ചുങ്ങളുടെ അകത്ത് ഒരു സന്ദേശം കിട്ടും, ഓ ആരോട് ഞാനിപ്പോൾ എന്തോ പറഞ്ഞിട്ട് എന്തോ ചെയ്യാൻ, ആരും എന്നെ കേൾക്കില്ല. അതൊരു ഭയങ്കര അപകടകരമായ കാര്യമാണ്. ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ ആ മെസ്സേജ് അവരെ പിന്തുടരും. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി കുട്ടികളുടെ ഭാഗത്തേക്ക് വരാം. നിങ്ങളൊരു കാര്യം അവതരിപ്പിച്ചു, നിങ്ങൾ പറഞ്ഞ കാര്യത്തെ പുച്ഛിച്ച് തള്ളി, അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വേദന തോന്നും. നിങ്ങൾക്ക് ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യപ്പെടുന്ന പോലെ തോന്നും. നിങ്ങൾക്ക് 2 ഓപ്ഷനുണ്ട്. ഓപ്ഷൻ നമ്പർ 1, ഓക്കെ, ഇനി ഞാൻ എൻ്റെ വാ തുറക്കത്തില്ല. പലരും ചെയ്യുന്നൊരു ഓപ്ഷൻ അതായിരിക്കാം പലപ്പോഴും. അല്ലെങ്കിൽ അടുത്ത് അതുപോലെ തന്നെയുള്ള അതേ ലൈനിലുള്ള 2ാമത്തെ ഓപ്ഷനാണ്, എനിക്കൊരു കഴിവില്ലാത്തതുകൊണ്ടായിരിക്കും, ഞാൻ പറഞ്ഞ മണ്ടത്തരായതുകൊണ്ടായിരിക്കും, അപ്പം എന്നെപ്പോലൊരു വിഡ്ഢി കഴുത വാഴ. അതാണ്. പക്ഷെ 2ാമതൊരു ഓപ്ഷനുണ്ട്, നമ്മളെ ഒരാൾ റിജക്റ്റ് ചെയ്തു. നമ്മളെ ഒരാൾ റിജക്റ്റ് ചെയ്തത് നമ്മുടെ പ്രശ്നം തന്നെ എപ്പോഴും ആകണമെന്ന് നിർബന്ധമില്ല. ആളുടെ പ്രശ്നമാകാം. കാരണം ആ ആൾ അത്രേ വളർന്നിട്ടുള്ളൂ. മറ്റുള്ളവരെ കേൾക്കാനുള്ള ഒരു ടോളറൻസ്, ഒരു മാനസികമായിട്ടുള്ളൊരു സെക്യൂരിറ്റി, സേഫ്റ്റി ആ വ്യക്തി അത്രയും വളർന്നിട്ടില്ല എന്നങ്ങ് വിചാരിച്ചാലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള 2 ഓപ്ഷനുണ്ട്. ഒന്ന്, നമ്മളെ ഒരാൾ കേൾക്കാതെ നമ്മളെ അവഗണിച്ച് കളഞ്ഞെങ്കിൽ ആ വ്യക്തിയുടെ പ്രശ്നമായിട്ട് അതിനെ അങ്ങ് ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ വീണ്ടും വോയിസ് ഔട്ട് ചെയ്യുക, ആ വ്യക്തിയോട് അല്ലെങ്കിൽ അടുത്ത ആളോട്, അല്ലെങ്കിൽ അടുത്ത ആളോട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പറയുന്ന ഒരു കാര്യത്തെ
ഒരു പക്ഷേ അത് ഉൾക്കൊള്ളാൻ അവർക്ക് ഇപ്പം കഴിയില്ലായിരിക്കാം. കാരണം നമ്മൾ പറയുന്നത് മിക്കവാറും യൂത്തും കുട്ടികളൊക്കെ സംസാരിക്കുന്നത് ഭയങ്കര ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഡ്രാസ്റ്റിക് ആയിട്ടുള്ളതും മിക്കവാറും അത് കട്ട് ആൻഡ് ഷോർട്ട് ആയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള കാര്യമായിരിക്കാം. അപ്പോൾ അത് ഈസി അല്ല ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ലോകത്തിലുള്ള ഏതെങ്കിലും റെവല്യൂഷൻ വരുത്തിയിട്ടുള്ള ആൾക്കാർ അവർ ഒരു തവണയൊന്നും അല്ല പറഞ്ഞത്, പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇവാൻ റോബർട്ട്സ് വെയിൽസ് എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ചർച്ചുകൾ മുഴുവൻ ആത്തപ്പതിച്ച് പോവാന്ന് പുള്ളിക്ക് തോന്നി. ദർശനം കിട്ടി, പുള്ളി പ്രസംഗിക്കാൻ തുടങ്ങി, ആളുകളോട് സംസാരിക്കാൻ തുടങ്ങി. 17 വയസ്സുള്ള സമയത്ത് പുള്ളി ഇതിനെക്കുറിച്ച് സംസാരിക്കുക. ആളുകൾ പുച്ഛിച്ച് തള്ളി. വാച്ച്മാനി പുള്ളിയെ പുച്ഛിച്ച് തള്ളി ആദ്യം. പക്ഷെ ഇവർ സ്റ്റോപ്പ് ചെയ്തില്ല, പറഞ്ഞുകൊണ്ടേയിരുന്നു. കാരണം ഇത് ചുമ്മാ ആർക്കോ വേണ്ടി പറഞ്ഞാൽ ഇതൊരു പാഷൻ എക്സ്പ്രസ് ചെയ്തതാണ്. അപ്പം നിങ്ങൾ വോയിസ് ഔട്ട് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ പാഷൻ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം, കേൾക്കുന്നത് വരെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം നമ്മൾ ഈ 100 കണക്കിന് തവണ ട്രഡീഷണലിസം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് ഒരു റിഫോംഡ് ആയിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ള പോസിറ്റീവ് അല്ലെങ്കിൽ ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ചെന്നാൽ റിസീവ് ചെയ്യത്തില്ലായിരിക്കാം. പക്ഷെ 100 കണക്കിന് തവണ പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ ഒരു ദിവസം വരും അത് റിസീവ് ചെയ്യുന്ന ദിവസം. അതിപ്പം നമ്മളിപ്പോൾ ഏത് മേഖല വേണമെങ്കിൽ എടുത്തു. ഇപ്പോൾ ഒരു ഹോഴ്സിനെ ട്രെയിൻ ചെയ്യാൻ എന്താ ചെയ്യുക? അതിൻ്റെ മണ്ടയ്ക്കോട്ട് ചാടി കയറും, അത് കുടഞ്ഞെറിഞ്ഞ് കളയും. പക്ഷെ ട്രെയിനർ പിന്നെയും കയറും, പിന്നെയും കുടഞ്ഞെറിയും. 100 കണക്കിന് തവണ ഈ ട്രെയിനർ ഇതിൻ്റെ മണ്ട ചാടി കയറും. പതുക്കെ ഒരു ദിവസം ഈ ഹോഴ്സ് നിന്ന് കൊടുക്കും. കാരണം അതിൻ്റെ ആ ട്രെയിനിങ് ബൈ റെപ്പിറ്റേഷൻ അതൊരു ഇൻഫ്ലുവൻസ് ആണ്. ഇപ്പൊ പോസ്റ്റ് ട്രൂത്ത് എന്നൊക്കെ നമ്മൾ പറയുന്ന സത്യാനന്തര ലോകം, അത് എന്ത് സംഭവിച്ചു എന്നല്ല അവിടുത്തെ വിഷയം, ക്യാപ്സൂൾ എത്ര എണ്ണം വരുന്നുണ്ടെന്നാണ് വിഷയം. അപ്പൊ അത് നമ്മുടെ ചുറ്റും കാണുന്ന ഒരു കാര്യം തന്നെ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്ന് തന്നെയാണ് എൻ്റെ റെക്കമെൻഡേഷൻ. അല്ല, പക്ഷെ ഇപ്പം റിജക്റ്റ് ആവുന്നതിലും ചിലപ്പം കുട്ടികളുടെ സൈഡിലൊക്കെ കാണാം. സോ അല്ലാതെ എന്തെങ്കിലും കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സ്റ്റെപ്സ് ഉണ്ടോ അവരുടെ ലൈഫ് കൊണ്ട്? അതായത് ആ കോണ്ടെക്സ്റ്റ് ഇച്ചിരി കൂടെ വ്യക്തമാക്കിയെന്നല്ല എനിക്ക് തോന്നിയ കോണ്ടെക്സ്റ്റ്. ഇപ്പൊ ഒരു ഒപ്പീനിയൻ ഒരു കൊച്ചു പറഞ്ഞു, അതിനെ ഇഗ്നോർ ചെയ്തു, അങ്ങനെയാണ് അതിനെ ഇഗ്നോർ ചെയ്യുന്നതാവാം. പക്ഷെ അല്ലാതെ ഇപ്പോൾ ഒരു കുട്ടി പറയുന്ന ഒരു കാര്യമായാലും ഇപ്പം അവരുടെ ലൈഫിൽ ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അവരുടെ ഇമ്പോർട്ടൻസ് ഫീൽ ചെയ്യാത്തൊരു ഫീൽഡാവാം അത്, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ ആയിരിക്കും ഇത് വന്നത്. അപ്പം അതിൽ നിന്നായാലും കുട്ടികൾ പിന്നെ ഓക്കെ ഇനി എൻ്റെ ഒപ്പീനിയൻ പക്ഷെ നേരത്തെ പറഞ്ഞല്ലോ ഒപ്പീനിയൻ ആവശ്യമില്ല എന്ന് തോന്നുന്ന ഫീൽഡാവും. അപ്പോൾ കൂടുതൽ ഒരു കുട്ടി റെസ്പോൺസിബിൾ ആവും. നമ്മളിപ്പോൾ തോന്നുന്നൊരു കാര്യം എന്ന് പറയുമ്പം ഇപ്പം ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് കേൾക്കാത്തതിൻ്റെ കാര്യം അത് മനസ്സിലാക്കാനുള്ളൊരു പ്രായമാകില്ല, അല്ലെങ്കിൽ അത് പറയാനുള്ള റെസ്പോൺസിബിലിറ്റി എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് കുട്ടികളെ അവോയ്ഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ആ സിറ്റുവേഷൻസിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരാൾ വളർന്നു വരിക എന്ന് പറയുമ്പം അതിൻ്റെ ഒരു സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മുടെ ആത്മവിശ്വാസം കളയാതിരിക്കുക. ഒരാൾ റിജക്റ്റ് ചെയ്താലും അടുത്തയാൾ നമ്മളെ സ്വീകരിച്ചേക്കാം എന്നുള്ള ഹോപ്പ് മനസ്സിൽ ബാക്കി വെക്കുക. എന്നിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് വീട്ടിനകത്താണ് നമ്മളൊരു അഭിപ്രായം പറഞ്ഞത്, അപ്പോൾ അത് അപ്പനോട് പറഞ്ഞപ്പോൾ അപ്പൻ അതിനെ ചിരിച്ചങ്ങ് പരിഹസിച്ച് തള്ളിക്കളഞ്ഞു. വേണമെങ്കിൽ നമുക്ക് അപ്പനോട് തന്നെ വീണ്ടും ഒന്നും കൂടെ ഞാനത് പറയാൻ ഒരു കാരണമുണ്ട് എന്നും പറഞ്ഞ് ഒന്നും കൂടെ പറയാം. പിന്നെയും തള്ളിയാലും നമുക്ക് വേണമെങ്കിൽ അമ്മയോട് തന്നെ പറയാം. അമ്മ വഴി വേണമെങ്കിൽ ഒന്ന് സ്വാധീനിക്കാൻ ശ്രമിക്കും, ഇല്ലെങ്കിൽ ചേട്ടനോ ചേച്ചിയോ അനിയനോ അനിയത്തിയോ വഴി വീണ്ടും അതിനെ പ്രഷറൈസ് ചെയ്യാൻ പുഷ് ചെയ്യാൻ ശ്രമിക്കാം. സെയിം വേ ചർച്ചിനകത്താണെങ്കിൽ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ അത് അംഗീകരിച്ചില്ല, വേണമെങ്കിൽ സെക്രട്ടറിയോടും കൂടെ പറഞ്ഞു നോക്കാം, ഇല്ലെങ്കിൽ കമ്മിറ്റി മെമ്പേഴ്സിനോട് പറഞ്ഞു നോക്കാം, ഇല്ലെങ്കിൽ ചർച്ചിലെ ഏറ്റവും മുതിർന്ന എൽഡേഴ്സിനോട് സംസാരിച്ച് നോക്കാം. അപ്പോൾ അങ്ങനെ വീണ്ടും വീണ്ടും എവിടെയൊക്കെ നമ്മുടെ വോയിസ് ചെയ്യാമോ അവിടെയൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ എല്ലാം ചെയ്തിട്ട് നടന്നില്ലെങ്കിലും നമ്മൾ തളർന്നു പോകേണ്ട കാര്യമില്ല. ഇറ്റ്സ് ഓക്കെ, നെക്സ്റ്റ് ടൈം അഗെയിൻ. റെവല്യൂഷണറീസ് ഒക്കെ അങ്ങനെയായിരുന്നു. ഒരിടത്ത് അവർ വിജയിച്ചില്ലെങ്കിലും അവർ തളർന്നില്ല. അടുത്ത സിറ്റുവേഷൻ വരുമ്പോൾ വീണ്ടും പ്രതികരിച്ച് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. പക്ഷെ ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നൊരു കാര്യമാണ്, നമ്മളിപ്പോൾ ഈ വോയിസ് ഔട്ട് ചെയ്യുമ്പം തന്നെ അത് നേരത്തെ പറഞ്ഞാൽ അത് കേട്ട് ഇപ്പം അതിലൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിനെ പറഞ്ഞു കൊടുക്കുന്നത് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും കണ്ടുവരുന്നത് ഇപ്പോൾ കുട്ടികൾ വോയിസ് ഔട്ട് ചെയ്യുമ്പോൾ അതിനെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുന്നതിൻ്റെ പ്രോബ്ലമാണ്, നമ്മൾ അതിനെ കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യുന്നില്ല.
അപ്പോൾ അത് വരുമ്പോൾ അതിനെ കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യുക. ഇപ്പം നമ്മളത് റിസീവ് ചെയ്തില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റുന്നു. ഇപ്പം കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവരായാലും ഒരാൾ പറയുമ്പോൾ അതിനെങ്ങനെ ഇപ്പം തെറ്റായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒപ്പീനിയൻ ചിലപ്പോൾ അത് കറക്റ്റ് ആവണമെന്നില്ല, ചേർന്ന് വരുന്നില്ല എങ്കിൽ അവരെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളതിനെ കുറിച്ച് ഭാഷ പറയുന്നത്. അത് രണ്ട് സൈഡിൽ നിന്നും പറയാം. ആദ്യം മുതിർന്നവരുടെ സൈഡിൽ നിന്ന് പറഞ്ഞാൽ ഒരു കുട്ടി പറഞ്ഞൊരു കാര്യം അത് 2 തവണ ചിന്തിക്കാതെ പറഞ്ഞതായിരിക്കാം, അതിനകത്ത് ഒട്ടും ലോജിക്ക് ഇല്ലായിരിക്കാം. അപ്പൊ അതിന് നമ്മൾ ചിരിച്ച് പരിഹസിച്ച് തള്ളിക്കളയുന്നതിന് പകരം ഓക്കെ അങ്ങനെയാണ് കുഞ്ഞിന് തോന്നിയത് അല്ലേ, പക്ഷെ അതിനകത്ത് ഇങ്ങനെ ഒരു ആശയം കൂടി ഇല്ലേ, നമ്മൾ ഇങ്ങനെ ചെയ്താൽ അതിന് ഈ ഒരു അപകടമില്ലേ എന്ന് പറഞ്ഞൊരു ഇൻസൈറ്റ് കൊടുക്കാൻ ശ്രമിക്കാം. അപ്പൊ അതൊരു നല്ല റെസ്പോൺസാണ്. നമ്മൾ അതിനെ സ്വീകരിക്കുകയും ചെയ്തു, എന്നാൽ അതിൻ്റെ ഫോളി വിളിച്ചിട്ട് നമ്മളൊന്ന് വളരെ വളരെ ലോജിക്കലായിട്ടും വളരെ ശാന്തമായിട്ടും റിവീൽ ചെയ്യുകയും ചെയ്തു. ഇനി കുട്ടികളുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പാരന്റ് ചൈൽഡ് കമ്മ്യൂണിക്കേഷൻ ആണെന്ന് വിചാരിക്കുക. ചിലപ്പോൾ ഈ പാരന്റ് അടുത്ത് ചെന്ന് ഈ കൊച്ചു പറയുന്നത് അങ്ങ് വല്ലാത്ത ഭാഷ ആയിരിക്കും, ചിലപ്പം നിങ്ങൾ എന്നൊക്കെയുള്ള പദം ഉപയോഗിച്ചായിരിക്കാം. അപ്പോൾ അവിടെ ഇച്ചിരി പ്രശ്നം പറ്റി. അപ്പോൾ നമ്മുടെ ആ വോയിസ് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്ന ശൈലിയും ശീലവും വളരെ സോഫ്റ്റ് ആയിരിക്കണം, സോഫ്റ്റ് സ്പോക്കൺ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു ആശയം കുട്ടികളുടെ ഭാഗത്തുണ്ട്. റെസ്പെക്ട്ഫുൾ ആയിരിക്കും. പിന്നെ ചില കാര്യങ്ങൾ പുഷ് ചെയ്യുമ്പോൾ അതിനെല്ലാത്തിനും അതിൻ്റെതായൊരു സമയമുണ്ട്. പതുക്കെ ചേഞ്ചസ് പറ്റൂ എന്നും ഉൾക്കൊള്ളണം, എന്നാലും ശരിയാവും. താങ്ക് യു പാസ്റ്റർ ഫോർ യു. നമ്മൾ ഇന്നലെ കേട്ടുകൊണ്ടിരുന്ന പോലെ തന്നെയായിരുന്നു ഒരു സ്പിരിച്വൽ ലൈഫിൻ്റെ ഇമ്പോർട്ടൻസ് പ്രത്യേക പാസ്റ്ററിന് കേൾക്കാൻ പറ്റി. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എംപ്റ്റി ചെയ്യുന്ന മാത്രമല്ല ദൈവവുമായിട്ട് ഫില്ല് ചെയ്യുക. പാസ്റ്റർ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമായിരുന്നു. ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഒരു ചടങ്ങ് തീർക്കുന്നത് പോലെയല്ല, അതിലുപരിയായി ദൈവത്തിൻ്റെ പ്രസൻസിന് വേണ്ടി ആഗ്രഹിച്ച് കാംക്ഷിക്കുക. പാസ്റ്റർ പറഞ്ഞ കറക്റ്റ് വേർഡായിരുന്നു. ഒരു മാൻ നീർത്തോടിലേക്ക് കാംക്ഷിക്കുന്നത് പോലെ ഒരു ദാഹം നമ്മളിലുണ്ടാകുവാൻ സഹായിക്കട്ടെ. ഈ വീഡിയോസ് കൊണ്ട് ഈ ദൈവത്തെ കൂടുതൽ അറിയാനും ഒരു സ്പിരിച്വാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഇത്രയും ടൈം ഞങ്ങളോട് സ്പെൻഡ് ചെയ്ത് ഇത്രയും ഇൻസൈറ്റ്സ് പകർന്നെന്ന പാസ്റ്ററിന് വളരെയധികം നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു ഫോർ ജോയിനിങ്.